ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 4 ബുധനാഴ്ചയാണ്. യുദ്ധം തന്നെയാണ് ഇന്നും ഫോക്കസിലുള്ളത്. ഇറാനിലേക്ക് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും മിസൈലുകൾ വർഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. യുദ്ധം വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇസ്രായേലിന്റെ കരസേന ലബനിലേക്ക് കടന്നിരിക്കുന്നു. ഇറാന്റെ പ്രത്യാക്രമണങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇറാൻ ആക്രമണം വ്യാപിപ്പിക്കുന്നത്. ഗൾഫ് മേഖല ആശങ്കയിലാണ്. സ്വാഭാവികമായും അത് മലയാളികളെയും ബാധിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി മൊത്തത്തിൽ ഇന്നലത്തെ വിപണിയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ പ്രൈസുകളിൽ, അതായത് ബ്രന്റ് ഫ്യൂച്ചേഴ്സൊക്കെ ഇന്നലെ 5% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. അതായത് ക്രൂഡ് ഓയിൽ പ്രൈസുകൾ വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് $80 മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ യുദ്ധം വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സേഫ് ആണെന്ന് കരുതിയിരുന്ന ഗോൾഡ് പ്രൈസുകളിൽ ഇന്നലെ വലിയ ഒരു ഇടിവാണ് കണ്ടത്. സ്പോട്ട് ഗോൾഡ് ഏകദേശം 4% മുകളിൽ ഇടിഞ്ഞു. കൂടാതെ സ്പോട്ട് സിൽവറും 6% ഇടിവ് രേഖപ്പെടുത്തി. ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ വിപണികളിലേക്ക് വന്നാൽ കോസ്പി മാർക്കറ്റ് തുടക്കത്തിൽ 7% ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും ഇപ്പോൾ ചെറിയൊരു റിക്കവറി കാണാം. 4% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ജപ്പാനീസ് മാർക്കറ്റ് നിക്കി 225 2.5% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. ഇനി ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 24,490 എന്ന നിലയിലാണ്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 490 പോയിന്റ്സിലധികം ഉള്ള ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇനി ഇന്നലെ US വിപണികളും ഇടിവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. യൂറോപ്യൻ വിപണികൾ വലിയ നഷ്ടത്തിലായിരുന്നു ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ജർമ്മൻ മാർക്കറ്റ് ഡാക്സും കൂടാതെ ഫ്രാൻസ് മാർക്കറ്റ് CACയും 3.5% മുകളിൽ ഇടിവിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇനി US വിപണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലെയും നമ്മൾ പറഞ്ഞതുപോലെ വലിയ നഷ്ടത്തിൽ തന്നെയാണ് US വിപണികളും ക്ലോസ് ചെയ്യുന്നത്. അവിടെയുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ ആശങ്ക എന്താണെന്ന് വെച്ചാൽ വലിയ പണമാണ് ഇപ്പോൾ യുദ്ധത്തിന് വേണ്ടി US മാറ്റിവെക്കുന്നത്. അത് എക്കോണമിയെ തന്നെ ബാധിക്കുമോ എന്നുള്ള വലിയ ആശങ്ക US വിപണിക്ക് ഇപ്പോൾ ഉണ്ട്. ഇനി US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. വിപ്രോ പക്ഷേ നേട്ടത്തിലായിരുന്നു ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. 1.5% മുകളിൽ നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. ഇൻഫോസിസ് 0.21% നേട്ടത്തിലും, HDFC ബാങ്ക് 2% ഇടിവിൽ ക്ലോസ് ചെയ്തപ്പോൾ ICICI ബാങ്ക് 2% ഇടിവിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 1% ഇടിഞ്ഞു. ഇതൊക്കെയാണ് വിപണിയെ സംബന്ധിച്ച് ഇന്ന് അങ്ങേയറ്റം പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളായിട്ട് വരുന്നത്. ഇനി നമ്മുടെ ഈ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് പറയാനുള്ളതെല്ലാം യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് കൂടുതലായിട്ട് നമ്മൾ ആ വാർത്തകളൊന്നും പറയുന്നില്ല. അതിൻ്റെ കോറായിട്ടുള്ള ഭാഗങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞു പോകാം. യുദ്ധം 4ാം ദിവസത്തേക്ക് കടന്നിരിക്കുന്നു. ഇന്ത്യൻ വിപണിയിൽ കനത്ത ആഘാതമാണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓയിലിൻ്റെ വില നമുക്കറിയാം $80 മുകളിലൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. $85 ടച്ച് ചെയ്ത ഒരു സമയം കൂടി ഇന്നലെ ഉണ്ടായിരുന്നു. അതായത് 8 മാസത്തെ ഉയർന്ന നിലയിലായിട്ടാണ് ഓയിൽ പ്രൈസുകൾ ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ സപ്ലൈ ഒക്കെ തടസ്സപ്പെടുമോ എന്നുള്ള വലിയ ആശങ്ക ഇപ്പോൾ എല്ലാ രാജ്യങ്ങൾക്കുമുണ്ട്. ഇന്ത്യക്ക് ഇപ്പോൾ ഏകദേശം 50 ദിവസത്തേക്ക് മതിയായ ക്രൂഡ് പെട്രോളിയം ഡീസൽ സ്റ്റോക്ക് കൈവശമുണ്ട് എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് അവകാശപ്പെടുന്നത്. ഇപ്പോഴത്തെ നില വെച്ച് ഒട്ടുമിക്ക സെക്ടറുകളും സ്റ്റോക്കുകളും എല്ലാം ഇടിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ കൂടുതൽ ഇടിവുണ്ടാവാൻ സാധ്യതയുള്ള ഒരു മേഖലയെക്കുറിച്ച് ഇന്ന് ഒരു റിപ്പോർട്ട് പറയുന്നുണ്ട്. ഇന്ത്യൻ EPC കമ്പനികൾക്ക് വലിയ ആഘാതം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് ബ്രോക്കർമാർ പറയുന്നു. എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെന്റ്, കൺസ്ട്രക്ഷൻ കമ്പനികൾക്കാണ് ഇത് കൂടുതൽ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുള്ളത്. പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ വലിയ ഓർഡർ ബുക്കുള്ള ഇന്ത്യൻ EPC കമ്പനികൾക്ക് ഒരു പ്രശ്നമുണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് ഈ വാർത്ത സൂചിപ്പിക്കുന്നു. അതിൽ തന്നെ L&T, KEC ഇന്റർനാഷണൽ, കൽപ്പതാരു പ്രൊജക്ട്സ് തുടങ്ങിയ കമ്പനികൾക്ക് പശ്ചിമേഷ്യയിൽ 30 മുതൽ 40% വരെ ഓർഡർ ബുക്ക് എക്സ്പോഷർ ഉണ്ട് എന്നാണ് ഈ വാർത്ത സൂചിപ്പിക്കുന്നത്. ഇനി യുദ്ധം നീണ്ടു നിന്നാൽ പ്രൊജക്റ്റ് ഡിലേ വരാനുള്ള സാധ്യതയുണ്ട്. പേയ്മെന്റ് റിസ്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പുതിയ ഓർഡർ സ്ലോ ഡൗൺ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഏതായാലും EPC കമ്പനികൾ നമ്മളൊന്ന് ഫോക്കസിൽ വെക്കുന്നത് നല്ലതാണ്. ഇനി ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഏതൊക്കെ സെക്ടറുകളാണ് കൂടുതലായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ളത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ്. ഒന്നുകൂടി പറയാം. ഈ ഒരു യുദ്ധത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് നമ്മൾ ഒന്ന് ഫോക്കസിൽ വെക്കേണ്ടതാണ്. പെയിൻറ്റ് കമ്പനീസ്, ഏവിയേഷൻ, കെമിക്കൽ സെക്ടറിലുള്ള കമ്പനികൾ ഒക്കെ സമ്മർദ്ദത്തിലാവാനുള്ള സാധ്യതയുണ്ട്. മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ചിട്ടികളിലോ ബാങ്ക് നിക്ഷേപങ്ങളിലോ പണം ഇടുന്നതിനേക്കാൾ മികച്ച ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾക്ക് നൽകുന്നത്. ദീർഘകാല സമ്പത്ത് സൃഷ്ടിക്കാൻ മ്യൂച്വൽ ഫണ്ടുകൾ മികച്ച ഒരു മാർഗമാണ്. അത് SIP വഴിയും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ആയും ഒക്കെ ചെയ്യാവുന്നതാണ്.
മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ആരംഭിക്കാൻ NISM സർട്ടിഫൈഡ് ARN ലൈസൻസ് ഉള്ളതുമായ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ സഹായം ഇനി നിങ്ങൾക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കും നിക്ഷേപം ആരംഭിക്കാനും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. ഇപ്പോൾ സ്റ്റോക്ക് ന്യൂസുകൾക്കൊന്നും വലിയ പ്രസക്തിയില്ല, എന്നിരുന്നാലും പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകൾ നമ്മളൊന്ന് നോക്കേണ്ടതുണ്ട്. അതിലേക്ക് വരാം. ആദ്യം റിലയൻസ് ഇൻഡസ്ട്രീസ് ജിയോ പ്ലാറ്റ്ഫോംസിൽ ഡാൻ ഡെയ്ലി പ്രസിഡന്റായി നിയമിതനായി. അദ്ദേഹം ലണ്ടനിൽ നിന്ന് ജിയോയുടെ വിദേശ ബിസിനസ് വികസനം നോക്കും. അദ്ദേഹം ആകാശ് അംബാനിക്കാണ് റിപ്പോർട്ട് ചെയ്യുക. അടുത്തത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. പ്രതിരോധ മന്ത്രാലയം HALുമായി 5083 രൂപ വില വരുന്ന ഒരു കരാറിൽ ഒപ്പുവെച്ചു. മറ്റൊരു കമ്പനി ഡാബർ ഇന്ത്യയാണ്. RIS ബ്യൂട്ടി എന്ന സ്കിൻ കെയർ കമ്പനിയിൽ 60 കോടി മൈനോറിറ്റി സ്റ്റോക്ക് കമ്പനി വാങ്ങുന്നു. മറ്റൊരു കമ്പനി JSW സിമെന്റ് ആണ്. അസാമിലെ ലൈംസ്റ്റോൺ ഖനന ബ്ലോക്കിന്റെ ലീസ് നേടാനുള്ള പ്രാഥമിക അവകാശം കമ്പനി നേടി. ഭാവിയിൽ ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും. മറ്റൊരു കമ്പനി LIC ആണ്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. CFO സുനിൽ അഗർവാളിന്റെ കാലാവധി 2027 മാർച്ച് 1 വരെ കമ്പനി നീട്ടി. ഇനി നമ്മുടെ സ്റ്റുഡൻസിനായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. നമ്മുടെ മാർക്കറ്റൊക്കെ വലിയ വോളറ്റാലിറ്റിയിലൂടെ, വലിയ ഇടിവിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല നല്ല സ്റ്റോക്കുകളിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, കൂടുതലായിട്ട് ഷെയർ മാർക്കറ്റിനെ കുറിച്ച് എന്തെല്ലാമാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നിങ്ങനെയുള്ള ബിഗിനേഴ്സിനായിട്ടുള്ള ഒരു കോഴ്സ് നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. 2 ആഴ്ചയാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. പരമാവധി എല്ലാവരും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. തൊട്ടുമുള്ള വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് സീറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസും അറിയാവുന്നതാണ്. ഇനി FID ആക്ടിവിറ്റിയിലേക്കാണ്. 3296 കോടി രൂപയ്ക്കാണ് FIS തിങ്കളാഴ്ച സെല്ല് ചെയ്ത്. DIS ആവട്ടെ 8594 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്ന് നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. 24,865-ൽ 313 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി തിങ്കളാഴ്ച ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ മാർക്കറ്റ് ഹോളിഡേ ആയിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ വലിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ഡൗൺ സൈഡിൽ ഈ ഒരു സപ്പോർട്ട് സോണും ബ്രേക്ക് ചെയ്ത് ഒരു പക്ഷേ നല്ലൊരു ഫോൾ നമുക്കിന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട്. അത്തരത്തിലാണെങ്കിൽ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സോണാണ്. അതായത് 23,760 മുതൽ 23,850 വരെയുള്ള ഡൗൺ സൈഡിലെ ഈ ഒരു സോൺ പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുണ്ട്. ഇനി ഡൗൺ സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 100 വീക്ക് EMA വരുന്നത് 24,060-ലാണ്. അതും പ്രധാനപ്പെട്ട ഒരു ലെവലാവാൻ തന്നെയാണ് സാധ്യതയുള്ളത്. വലിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പൺ ആകുന്നത് കൊണ്ട് തന്നെ നാളത്തെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ ഇപ്പോഴത്തെ ഒരു നില വെച്ച് പറയുന്നത് ഒരു പ്രസക്തമായിട്ടുള്ള കാര്യമല്ല. ഇനി ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് 59,840-ൽ 689 പോയിന്റ്സ് ഇടിഞ്ഞാണ്. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട ആ ഒരു സപ്പോർട്ട് സോണിൽ നിന്നും ഒരു റിവേഴ്സൽ നമുക്ക് ലഭിച്ചിരുന്നു. ഇനി നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഡൗൺ സൈഡിൽ 58,600 പ്രധാനപ്പെട്ട ഒരു ലെവലാവാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ഈ ഒരു സപ്പോർട്ട് സോണും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഏതായാലും ഇപ്പോൾ വലിയ ഫോളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് ലെവൽ വരെ പോകും എന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു നിശ്ചയമില്ല. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിരിക്കുന്നത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവ എല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.